ശരി ഇച്ചായ, അവൾ കാത്തു നിൽക്കുന്നുണ്ട്, ഞാൻ പോയിട്ട് വരട്ടെ. അവൾ ചാർലിയോട് ചോദിച്ചു. മോളെ, വരുമ്പോൾ എന്നെ വിളിക്കണേ, മറക്കല്ലേ, അവൻ വീണ്ടും ഓർമ്മിപ്പിച്ചു. വിളിക്കാം ഇച്ചായ, അവൾ പുഞ്ചിരിയോടെ പറഞ്ഞു. ശേഷം ഫോൺ വെച്ചു. ചേച്ചി റെഡിയായെങ്കിൽ നമുക്ക് ഇറങ്ങിയാലോ? നന്ദ പുറത്തു നിന്നും അവളെ വിളിച്ച് ചോദിച്ചു. ദാ വരുന്നു നന്ദേ, അവൾ അകത്തു നിന്നും മറുപടി പറഞ്ഞു. ശേഷം ഫോൺ ചാർജ് ചെയ്യാൻ മുറിയിൽ വെച്ചിട്ട് അവൾ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. ചേച്ചി ഫോൺ ചെയ്യുമായിരുന്നോ? അകത്തുനിന്ന് സംസാരം കേട്ടായിരുന്നു. നന്ദ അവളെ നോക്കി പുഞ്ചിരിയോടെ ചോദിച്ചു. അത് ഞാൻ ഇച്ചായനെ ഒന്ന് വിളിച്ചതാ. എവിടെയായെന്ന് ചോദിക്കാൻ. പോയിട്ട് പിന്നെ വിളിച്ചില്ലല്ലോ, ഞാനാണെങ്കിൽ കിടന്നുറങ്ങിയും പോയി. അവൾ നന്ദയെ നോക്കി മറുപടി പറഞ്ഞു. എന്നിട്ട് ചേട്ടൻ എന്ത് പറഞ്ഞു? അവർ വീടെത്താറായോ? നന്ദ സംശയത്തോടെ അവളെ നോക്കി. ഇല്ല, ഇനി 1 മണിക്കൂറും കൂടി വേണമെന്നാ പറഞ്ഞത്. അവരിവിടെ ചായ കുടിക്കാൻ ഇറങ്ങിയേക്കുവാ, അവൾ തിരികെ പറഞ്ഞു. ഇസു ചേച്ചിയെ കാണാതെ അവിടെ നിൽക്കുമായിരിക്കും അല്ലേ? രാത്രിയാവുമ്പോൾ കരയൊന്നും ചെയ്യില്ലല്ലോ? നന്ദ വീണ്ടും സംശയത്തോടെ അവളെ നോക്കി. ഇല്ലെന്നാ എനിക്ക് തോന്നുന്നത്. കാരണം എന്നേക്കാൾ അവൾക്ക് കൂടുതൽ അടുപ്പം അവിടുത്തെ മമ്മിയോടും ഇച്ചായനോടും പിന്നെ റയാനോടുമാണ്. അവരിൽ ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ അവൾക്ക് വലിയ പ്രശ്നമില്ല. റയാനുണ്ടെങ്കിൽ പിന്നെ അവൾക്ക് ആരെയും വേണ്ട. അവനാകുമ്പോൾ അവളെ പുറത്തു കൊണ്ടുപോവുകയും അവൾക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിക്കൊടുക്കുകയും അവളുടെ താളത്തിനൊത്ത് തുള്ളുകയും ചെയ്യും. അതുകൊണ്ട് ഞങ്ങളെക്കാളൊക്കെ വലിയ കാര്യം അവനോടാ. ഷീതു പറയുന്നത് കേട്ട് നന്ദ പുഞ്ചിരിച്ചു. അതാ ചേട്ടനെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, വലിയ ശരീരം ഉണ്ടെങ്കിലും കൊച്ചുപിള്ളേരുടെ കൂട്ടാ. നന്ദ പറഞ്ഞതും അവളും അത് ശരിയാണെന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി. വാ ചേച്ചി, നമുക്കെങ്കിൽ പോയിട്ട് വരാം. ഇനിയും നേരം വൈകിയ ഇരുട്ടായിപ്പോവും, പിന്നെ ഒന്നും കാണാൻ പറ്റില്ല. നന്ദ പറഞ്ഞതും അവൾ തലയാട്ടി. അവർ രണ്ടുപേരും കൂടി ഹാളിലേക്ക് ചെന്നതും അവിടെ മുത്തശ്ശിയും ദേവനും ഒക്കെ ഉണ്ടായിരുന്നു. ആഹാ, നിങ്ങൾ രണ്ടുപേരും കൂടി എങ്ങോട്ട് പോവാ? ദേവൻ സംശയത്തോടെ ഒരു പുഞ്ചിരിയോടെ അവരെ നോക്കി ചോദിച്ചു. ദേവച്ച, ഞങ്ങൾ രണ്ടുപേരും കൂടി കാവിൽ പോയി ഒന്ന് തൊഴുതിട്ട് വരാം. ചേച്ചിക്ക് അത് പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ, നന്ദ അയാളെ നോക്കി പറഞ്ഞു. മോളെ, ഇവളുടെ നിർബന്ധത്തിനൊന്നും മോള് ചെയ്യണ്ട കേട്ടോ. നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം പോയാൽ മതി. ഓരോരുത്തർക്കും ഓരോ വിശ്വാസമല്ലേ. നീ ജനിച്ചത് ഇവൻ്റെ മകളായിട്ടാണെങ്കിലും വളർന്നതൊക്കെ ഒരു ക്രിസ്ത്യാനിയായിട്ടല്ലേ. ആ വിശ്വാസമൊന്നും തെറ്റിക്കണ്ട. മുത്തശ്ശിയാണ് അവളെ നോക്കി അങ്ങനെ പറഞ്ഞത്. അതേ മോളെ, ഞാനും മുത്തശ്ശിയും കൂടി ഇപ്പം അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നീ വളർന്നത് മറ്റൊരു വിശ്വാസത്തിലാണ്. ഇവിടെ വന്നു എന്ന് കരുതി അതിൽ മാറ്റമൊന്നും വരുത്താൻ നിൽക്കണ്ട. നിനക്ക് തൊഴണമെന്നുണ്ടെങ്കിൽ പോയിട്ട് വരാം, അല്ലാത്ത പക്ഷം ഞങ്ങളാരും നിന്നെ നിർബന്ധിക്കില്ല. ദേവനും അവളെ നോക്കി പറഞ്ഞു. അച്ഛാ, എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഞാൻ എല്ലാ ദൈവത്തിലും ഒരുപോലെ വിശ്വസിക്കുന്നവളാ. ദൈവം ഒന്നല്ലേ ഉള്ളൂ അച്ഛാ. അത് മനുഷ്യർ പല രീതിയിലും വിശ്വസിക്കുന്നു. കാവിൽ പോയി ആ ദൈവത്തെ തൊഴുതു എന്ന് കരുതിയിട്ട് എൻ്റെ വിശ്വാസമൊന്നും തെറ്റാൻ പോകുന്നില്ല. മാത്രമല്ല എൻ്റെ അച്ഛൻ ആ വിശ്വാസിയല്ലേ, പിന്നെന്താ പ്രശ്നം? അവൾ പുഞ്ചിരിച്ചുകൊണ്ട് ദേവനെ നോക്കി മറുപടി പറഞ്ഞു. അവൾ അങ്ങനെ ഒരു മറുപടി പറയുന്നത് കേട്ടത് മുത്തശ്ശിയും ദേവനെ പരസ്പരം നോക്കി. എങ്കിൽ പിന്നെ ഇരുട്ടാവുന്നതിന് മുമ്പേ നിങ്ങൾ പോയിട്ട് വരാൻ നോക്ക്, മുത്തശ്ശി പറഞ്ഞതും നന്ദയും അവളും ഒരുപോലെ തലയാട്ടി. മോളെ നന്ദേ, ഷീതു മോളെ നോക്കിക്കോണേ, ദേവൻ അവളെ നോക്കി പറഞ്ഞു. എൻ്റെ ദേവച്ച, ഞാൻ നോക്കിക്കോളാം. ദേവച്ചൻ്റെ മോളെ ഞാൻ കൊണ്ടുപോയി വഴിയിലൊന്നും കളയില്ല. സുരക്ഷിതമായിട്ട് ഞാൻ തിരികെ കൊണ്ടുവന്നിരിക്കും, നന്ദ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ശേഷം രണ്ടുപേരും കൂടി കാവിലേക്ക് നടന്നു. ചാർലി, ഡാ, നിനക്കൊരു സ്ട്രോങ് ചായ പറയട്ടെ? ക്രിസ്റ്റി അവനെ നോക്കി കടയുടെ മുൻപിൽ നിന്നും വിളിച്ചു ചോദിച്ചു. കാറിൻ്റെ അടുത്തായിട്ട് നിൽക്കുകയായിരുന്നു ചാർലി. അത് കേട്ടതും ക്രിസ്റ്റിയെ നോക്കി അവൻ തംസപ്പ് കാണിച്ച് ഓക്കെ പറഞ്ഞതിന് ശേഷം ചാർലി മുൻപിലേക്ക് നോക്കി. അവിടെ ഒരു ഗീവർഗീ സഹതയുടെ കുരിശടി ഉണ്ടായിരുന്നു. അത് കണ്ടതും താൻ മനസ്സിൽ വിചാരിച്ചത് നടന്നു എന്ന് കരുതി അവൻ ക്രോസ് ചെയ്ത് ആ കുരിശടിയുടെ മുൻപിലേക്ക് ചെന്നു. എൻ്റെ പുണ്യാളാ, ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സ്വപ്നം ഇന്നത്തെ ദിവസം തന്നെ കണ്ടതെന്ന് എനിക്കറിയില്ല. നിങ്ങളായിട്ട് എനിക്കത് കാണിച്ചു തന്നതാണോ, അതോ എൻ്റെ മനസ്സിലുള്ള അവളെപ്പറ്റിയുള്ള ഉൾഭയം കൊണ്ട് അത് സ്വപ്നമായിട്ട് വന്നതാണോന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ സ്വപ്നം കണ്ടതുപോലെ തന്നെ അവൾ കാവിലേക്ക് പോകാൻ തുടങ്ങിയാണെന്നാണ് പറഞ്ഞത്. അവളോട് പോകണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവളെ അത് വിഷമിപ്പിച്ചാലോ, മറ്റൊരു വിശ്വാസത്തിലേക്ക് പോകുന്നത് ഞാൻ തടയുകയാണെന്ന് അവളും മനസ്സിൽ കരുതിയാലോ. അതുകൊണ്ട് ഞാൻ അവളോട് ഒന്നും കടുപ്പിച്ചും പറഞ്ഞില്ല. എൻ്റെ പുണ്യാളാ, എൻ്റെ പെണ്ണവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അവൾക്ക് താങ്ങായും കരുതലായും നീ ഉണ്ടായിരിക്കണം. 10 ദിവസം കഴിഞ്ഞ് എൻ്റെ അടുത്തേക്ക് അവൾ തിരികെ വരുന്നത് വരെ ഞാൻ അവളെ പൂർണ്ണമായിട്ട് നിൻ്റെ കൈ സമർപ്പിച്ച് തരുക. കാത്തോളനെ. അവൻ അതിൻ്റെ മുൻപിൽ ചെന്ന് നിന്ന് കൈകൂപ്പി പ്രാർത്ഥിച്ചതിന് ശേഷം പോക്കറ്റിൽ നിന്നും പൈസ എടുത്ത് കുരിശടിയിലേക്ക് ഇട്ടു. ശേഷം തിരിഞ്ഞ് ക്രിസ്റ്റിയും റയാനും ഒക്കെ നിൽക്കുന്ന ചായക്കടയുടെ മുൻപിലേക്ക് പോയിരുന്നു. എന്താടാ, നിനക്ക് എന്താ പറ്റിയത്? കുറച്ച് നേരമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. നിനക്ക് ആകെ ഒരു വല്ലാതെ. അവളെ മിസ് ചെയ്യുന്നതുകൊണ്ടാണോ അതോ മറ്റെന്തെങ്കിലും കാര്യമുണ്ടോ? ക്രിസ്റ്റി സംശയത്തോടെ അവനോട് ചോദിച്ചു. ഞാനും ഇത് ചാർലി ചായനോട് ചോദിക്കാനിരിക്കുകയായിരുന്നു. എന്താ പറ്റിയേ? ഋഷുവും അവൻ്റെ മുഖത്തേക്ക് നോക്കി. കാറിലിരുന്ന് മയങ്ങിയപ്പോൾ ഞാനൊരു ദുസ്വപ്നം കണ്ടടാ. ആ സ്വപ്നം കണ്ടതിന് ശേഷം എനിക്ക് ഓക്കെ ആകാൻ കഴിയുന്നില്ല. അതെൻ്റെ കൺമുൻപിൽ നടക്കുന്നത് പോലെ ഞാൻ കണ്ടത്. ഓർക്കും തോറും എനിക്ക് വല്ലാത്തൊരു പേടി തോന്നുന്നുണ്ട്. അവളെ അവിടെ ഒറ്റയ്ക്കാക്കി വന്നത് അത് വേണ്ട എന്ന് മനസ്സിലിരുന്ന് ആരൊക്കെയോ പറയുന്നത് പോലെ ചാർലി സങ്കടത്തോടെ അവരെ നോക്കി പറഞ്ഞു. അത് കേട്ടതും അവർ നെറ്റിച്ചുളിച്ചു.
ചേട്ടായി എന്താ സ്വപ്നം കണ്ടത്? റയാൻ സംശയത്തോടെ അവനോട് ചോദിച്ചു. അവൻ കണ്ട സ്വപ്നം അവരോട് പറഞ്ഞു. അതൊക്കെ നിന്റെ മനസ്സിൽ വെറുതെ തോന്നുന്നതാ ചാർലി. അവൾക്കന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ലേ, അതുകൊണ്ട് നിന്റെ മനസ്സിൽ അവൾക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് വല്ലാത്ത പേടിയുണ്ട്. അതുമാത്രമല്ല, അവൾ നിന്റെ കൂടെ ഇല്ലാത്തതും നിന്നെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്. നിന്റെ ഉൾമനസ്സിൽ പല ചോദ്യങ്ങളും ഭയങ്ങളും ഒക്കെ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടാണ് അത് സ്വപ്നമായിട്ട് പുറത്തേക്ക് വന്നത്. അല്ലാതെ അങ്ങനെയൊന്നും സംഭവിക്കില്ല. നീ വിഷമിക്കാതിരിക്കെ. ദേ ഈ ചായ കുടിക്ക്, അപ്പോഴേക്ക് നീ ഓക്കെ ആകും. ക്രിസ്റ്റി അവന് നേരെ ചായ നീട്ടിക്കൊണ്ട് പറഞ്ഞു. ചാർലി ഒരു പുഞ്ചിരിയോടെ അത് അവൻ്റെ കയ്യിൽ നിന്നും വാങ്ങി. അപ്പേ മിഠായി. റയാൻ്റെ കയ്യിലിരുന്ന ഈസു ചാർലിയുടെ നേരെ ആ കടയിലേക്ക് ഒരു കുപ്പിയിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ടതും ചാർലി അവളെ അവൻ്റെ കയ്യിൽ നിന്നും വാങ്ങിയതിനു ശേഷം ആ കുപ്പി തുറന്ന് മിഠായി എടുത്ത് അവൾക്ക് കൊടുത്തു. അപ്പേ അമ്മ എപ്പോഴാ വരാ? അവൾ സംശയത്തോട് ചോദിച്ചു. അമ്മ ഉടനെ വരും. എൻ്റെ ഈസു അമ്മയ്ക്ക് വേണ്ടി അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കണേ, അവൻ കുഞ്ഞിനോടായി പറഞ്ഞു. ഞാൻ പാത്തിക്കാപ്പേ, കുഞ്ഞ് തിരികെ അവനോടും പറഞ്ഞു. അത് കേട്ടതും എല്ലാവരും പരസ്പരം നോക്കി. കാരണം ചാർലിയുടെ മനസ്സിൽ എത്രത്തോളം അവളുടെ കാര്യത്തിൽ ടെൻഷൻ ആകുന്നുണ്ടെന്ന് മറ്റുള്ളവർക്കും തോന്നിയിരുന്നു. ഷീതുവും നന്ദയും കൂടി കാവിലേക്ക് നടന്നു. ചേച്ചി സൂക്ഷിച്ച് നടക്കണേ, ചിലപ്പോൾ പാമ്പ് കാണും, നന്ദ അവളെ നോക്കി പറഞ്ഞു. അത് കേട്ടതും ഷീതു തലയാട്ടി സൂക്ഷിച്ച് അവളുടെ ഒപ്പം നടന്നു. ചേച്ചി വിളക്ക് കത്തിക്കുന്നുണ്ടോ? നന്ദ അവളെ നോക്കി. വേണ്ട, മോള് കത്തിച്ചോ, ഷീതു അവളെ നോക്കി പറഞ്ഞതും നന്ദ അവിടെ വെച്ചിരുന്ന തീപ്പെട്ടി എടുത്ത് കാവിൽ വിളക്ക് കത്തിക്കാനായിട്ട് തുടങ്ങി. ഷീതു ആണെങ്കിൽ അവൾ ചെയ്യുന്നത് ഓരോന്നും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാം കത്തിച്ചു കഴിഞ്ഞ് അവൾ അതിൻ്റെ മുൻപിൽ നിന്നും പ്രാർത്ഥിച്ചു. ഷീതുവും കൈകൾ കുപ്പി കണ്ണുകൾ അടച്ചു. അവളുടെ മനസ്സിൽ കൂടി കുഞ്ഞിൻ്റെയും ചാർലിയുടെയും മുഖം കടന്നു വന്നു. അവർക്ക് രണ്ടുപേർക്കും വേണ്ടി അവൾ പ്രാർത്ഥിച്ചു. ചേച്ചി പോവാം, അവൾ പറഞ്ഞതും ഷീതു അവളെ നോക്കി തലയാട്ടി. നന്ദ എങ്ങനെയാണ് ഇതൊക്കെ പഠിച്ചത്? തിരികെ നടക്കുന്നതിനിടയിൽ അവൾ സംശയത്തോട് ചോദിച്ചു. അത് നമ്മൾ സ്വയം പഠിച്ചു പോകും ചേച്ചി, കുഞ്ഞുനാൾ മുതലേ ശീലിക്കുന്നതാ ഇതൊക്കെ, നന്ദ ചിരിച്ചുകൊണ്ട് അവളോട് മറുപടി പറഞ്ഞു. അവർ രണ്ടുപേരും സംസാരിച്ച് തിരികെ വന്നു. അപ്പോഴേക്കും ശാന്തി അവർക്ക് വേണ്ടി ചായ കൊണ്ടു കൊടുത്തിരുന്നു. ഹാളിലിരിക്കുകയായിരുന്നു അവർ രണ്ടുപേരും. അവിടെ മുത്തശ്ശിയും ദേവനും ഗോവിന്ദനും വാസുദേവനും ഒക്കെ ഉണ്ടായിരുന്നു. മോൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? വാസുദേവൻ ചോദിച്ചു. അതേ ചെറിയച്ച, അച്ഛൻ പഠിപ്പിക്കുന്ന കോളേജിൽ തന്നെയായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് എൻ്റെ അച്ഛനെ കിട്ടിയത്. അവൾ ദേവൻ്റെ കയ്യിൽ കൂടി കൈയിട്ട് അയാളുടെ തോളിലേക്കൊന്ന് ചാഞ്ഞുകൊണ്ട് പറഞ്ഞു. എല്ലാവരും അത് ഒരു ചിരിയോടെ നോക്കിക്കൊണ്ട് ഇരിക്കുകയായിരുന്നു. എല്ലാം ഒരു നിമിത്തമാണ് മോളെ, മുത്തശ്ശി പറഞ്ഞതും അവളത് ശരിയാണെന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി. ഇപ്പോഴാ നമ്മുടെ ദേവേട്ടനൊന്ന് ഉഷാറായത് അല്ലേ വാസു? ഗോവിന്ദൻ ഒരു ചിരിയോടെ പറഞ്ഞതും എല്ലാവരും അത് ശരിവെച്ചു. പെട്ടെന്നാണ് ഷീതു ചാർലിയെപ്പറ്റി ഓർത്തത്. വരുമ്പോൾ തന്നെ അവനെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടാ പോയത്. അച്ഛാ ഞാൻ ഇപ്പം വരാം, അതും പറഞ്ഞ് അവൾ അകത്തേക്ക് കയറിപ്പോയി. അവൾ പോയതും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരുന്നു. ഗോവിന്ദനും വാസുദേവനും പരസ്പരം ഒന്ന് നോക്കിയതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി. നമ്മൾ വിചാരിച്ചതുപോലെ ഒന്നും അല്ലല്ലോ ചേട്ടൻ നടക്കുന്നത്, വാസുദേവൻ അയാളെ നോക്കി പറഞ്ഞു. ഞാനും അതാ ആലോചിക്കുന്നത്. ഇങ്ങനെ പോയാൽ നമ്മൾ വിചാരിക്കുന്ന ഒന്നും നടക്കില്ല. ഏട്ടൻ്റെ സ്വത്തുക്കൾ അതാ വലിഞ്ഞു കയറി വന്ന ഏട്ടൻ്റെ മോള് തന്നെ അനുഭവിക്കും. ഇത്രയും നാളും ഇല്ലാത്തൊരു മോള് ബാക്കിയുള്ളവരുടെ കഞ്ഞി പാറ്റിയിടാൻ വേണ്ടിയിട്ട് വന്നേക്കുവാ, ഗോവിന്ദൻ ദേഷ്യത്തോടെ പറഞ്ഞു. ചേട്ടൻ വിഷമിക്കേണ്ട, ഇത് എവിടെ വരെ പോകുന്നു നമുക്ക് നോക്കാം, ഇനി 9 ദിവസം ബാക്കിയുണ്ടല്ലോ, വാസുദേവൻ അയാളെ സമാധാനപ്പെടുത്തി. പക്ഷെ ഒരു കാര്യമുണ്ട് വാസു, മോളെ ഇല്ലാതാക്കിയാലും ചെറുമോളുണ്ട്, ആ കൊച്ചിനെ അവരങ്ങ് കൊണ്ടുപോവുകയും ചെയ്തില്ലേ. ഇനിയിപ്പോൾ ശീതളിനെ നമ്മൾ എന്തെങ്കിലും ചെയ്താലും ആ കൊച്ചുള്ളപ്പോൾ അങ്ങോട്ടല്ലേ ചേട്ടൻ്റെ വസ്തുക്കൾ പോവുള്ളൂ. ഇതിപ്പോൾ എല്ലാം കൊണ്ട് നമ്മൾ പെട്ടുപോകുമെന്നാണ് തോന്നുന്നേ. ഞാൻ കരുതിയത് പെണ്ണ് മാത്രമേ ഉള്ളൂ എന്നാ, ഗോവിന്ദൻ എന്തോ ഓർത്തതുപോലെ പറഞ്ഞു. അത് കേട്ടപ്പോഴാണ് വാസുദേവനും അതിനെപ്പറ്റി ഓർത്തത്. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുവേട്ടാ? നോക്കാം, എന്തായാലും വല്ലവളുമാരും പെറ്റ പെണ്ണിന് ഈ വസ്തുക്കളുടെ അവകാശം പോകാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല, ഗോവിന്ദൻ എന്തോ മനസ്സിൽ ഉറപ്പിച്ചതുപോലെ പറഞ്ഞതും വാസുദേവനും ചിരിച്ചു. ഷീതു ചാർലിയെ വിളിച്ചതും അവർ തിരികെയുള്ള യാത്രയിലായിരുന്നു. ഇത്തവണ അവൾ വീഡിയോ കോളാണ് ചെയ്തത്. കുഞ്ഞിനോടും ചാർലിയോടും ഋഷുവിനോടും ഒക്കെ അവൾ സംസാരിച്ചു. അവൾ കാവിൽ നിന്നും തിരികെ വന്ന് വിളിച്ചപ്പോഴാണ് ചാർലിക്ക് കുറച്ച് സമാധാനമായത്. പിന്നെയും കുറേ നേരം അവരോട് സംസാരിച്ചു. ശേഷമാണ് അവൻ ഫോൺ വെച്ചത്.